നമസ്കാരം. വാർത്താ സംവാദം ആരംഭിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി കൊറോണ ബാധിച്ചവരുടെയും മരിച്ചവരുടെയും എണ്ണം നോക്കിയിരിക്കുകയാണ് നമ്മൾ. മറ്റൊന്നുകൂടി നമ്മൾ എണ്ണേണ്ടതുണ്ട്. ഓരോ ദിവസവും കൂട്ടുന്ന ഇന്ധനവിലയുടെ പട്ടിക. ഇന്നത്തെ വാർത്താ സംവാദം അഭൂതപൂർവമായി കൂട്ടുന്ന ഇന്ധന വിലയെക്കുറിച്ചാണ്. ഇന്ധനവില ഇങ്ങനെ പോയാൽ എവിടെയെത്തും? അന്താരാഷ്ട്ര വില കുറയുന്നത് കാണാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ കാത്തിരിക്കുന്നത് വൻ വിലക്കയറ്റമാണോ? ഇന്ധന വില കൂട്ടലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവായ ശ്രീ P.M. സുരേഷ് ബാബുവിനെ ഞങ്ങൾ കോഴിക്കോട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ജോർജ് ജോസഫും കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. ഇന്നത്തെ വിഷയമായ ഇന്ധനവില കൂട്ടൽ, അതിൻ്റെ ചിത്രം വ്യക്തമാകുന്നതിനു വേണ്ടി ഇന്ധനവില കൂട്ടൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 16 ദിവസമായി ഇന്ത്യയിൽ തുടർച്ചയായി ഇന്ധനവില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വിപണിയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി അഭൂതപൂർവമായ ഒരു പ്രതിഭാസം. ജൂൺ 7-ന് ഇത് ആരംഭിച്ചു. 60 പൈസ വീതം ഡീസലിനും പെട്രോളിനും കൂട്ടിക്കൊണ്ടാണ് ആരംഭിച്ചത്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ, കാണിക്കുന്ന കാർഡിൽ പറയുന്നത് പോലെ ജൂൺ 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 എല്ലാ ദിവസവും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരാശരി 50 പൈസ വെച്ച്, 50-നും 60-നും ഇടയ്ക്ക് പൈസ വെച്ച് കൂട്ടുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ഈ 16 ദിവസം കൊണ്ട് ആകെ 9 രൂപ 21 പൈസ പെട്രോളിനും 8 രൂപ 55 പൈസ ഡീസലിനും കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്കിലേക്ക് ഞാൻ വരികയാണ്. ഡോക്ടർ ഐസക്, ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ഒരു ട്രോൾ എന്താണെന്ന് വെച്ചാൽ, എന്നും രാത്രി ഡീസൽ വാങ്ങി പുലർച്ചെ അത് മറ്റൊരാൾക്ക് വിറ്റാൽ 60 പൈസ ഉറപ്പായിട്ടും കിട്ടും എന്ന മട്ടിലുള്ളൊരു തമാശ. ഇത്തരത്തിലാണ് ഈ കോവിഡ് വാർത്തയ്ക്കിടയിൽ ആളുകൾ അതിൻ്റെ അപകടം കാണുന്നത്. ഇത്തരത്തിൽ ആണ്. ഓരോ ദിവസവും കുറേശ്ശെ കൂട്ടുന്നതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണോ? അതിലപ്പുറം, ഈ ഒരു തമാശയ്ക്കപ്പുറം ഇതിൽ ആപത്ശങ്കയോടുകൂടി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇത് എത്രമാത്രം പതിവില്ലാത്ത ഒരു കാര്യമാണ്, എത്രമാത്രം അപകടകരമാണ് ഈ രാജ്യത്തെ ഈ ഇത്തരത്തിലുള്ളൊരു കയറ്റം ഈ കോവിഡ് കാലത്ത് എങ്ങനെ ബാധിക്കും? ഇതൊരു വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുമോ? എല്ലാ വസ്തുക്കളുടെയും വില കൂട്ടുന്ന വിലക്കയറ്റത്തിലേക്കൊക്കെ എത്തിക്കുമോ? ഡോക്ടർ ഐസക്. ട്രോള് വളരെ ശരിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ പെട്രോൾ പമ്പിൽ പരമാവധി ശേഖരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാളെ നനച്ചിരിക്കാത്തൊരു ലാഭം അതിനുടമക്ക് കിട്ടും. എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോൾ ഇന്ത്യ സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഈ 16 ദിവസം കൊണ്ടുള്ള വർധന വരുത്തിയെന്നിരിക്കട്ടെ, 9 രൂപ പെട്രോളിനും 8 രൂപ ഡീസലിനും അങ്ങ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എന്തായിരിക്കും പ്രതിഷേധം? അതുകൊണ്ടാണ് ഈ 16 ദിവസം കൊണ്ട് 50 പൈസ വെച്ച് കൂട്ടുന്നത് ഇന്ത്യ സർക്കാരല്ല, എണ്ണ കമ്പനികളാണ്. അവരാണെങ്കിൽ ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ഒരു 82 ദിവസം വ്രതത്തിലായിരുന്നു. അവർ എണ്ണവില വർദ്ധിപ്പിച്ചേയില്ല. യഥാർത്ഥത്തിൽ ആ കാലത്ത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഒരു വീപ്പക്ക് $20 വരെ എത്തി. ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ $110 ഉണ്ടായിരുന്നതാണ്. അത് $20 വരെ താത്തു. അപ്പോൾ ന്യായമായിട്ടും വില കുറയേണ്ടതായിരുന്നു. അത് തടഞ്ഞത് ഇന്ത്യ സർക്കാരാണ്. ഇന്ത്യ സർക്കാർ എന്ത് ചെയ്തു? 10 രൂപ ഡീസലിന്, 13 രൂപ പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി തന്നെ അങ്ങ് കൂട്ടി. അങ്ങനെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് എണ്ണ വിലയിടിവിൻ്റെ നേട്ടം മുഴുവൻ കേന്ദ്ര സർക്കാർ അങ്ങ് എടുത്തു.
ഏതാണ്ട് 3-4 ലക്ഷം കോടി രൂപ ഒരു വർഷം ഇതുകൊണ്ട് മാത്രം അവർക്ക് അധിക വരുമാനം കിട്ടുമെന്ന് കരുതുന്നത്. അപ്പോൾ അന്ന് എണ്ണക്കമ്പനികൾക്കൊന്നും വലിയ പ്രയാസം ഉണ്ടായില്ല. എക്സൈസ് നികുതി കൂടിയെങ്കിലും അവരുടെ ലാഭ മാർജിന് വലിയ വ്യത്യാസം വന്നില്ല. എന്നാൽ ലോക്ക്ഡൗൺ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ നിയന്ത്രണങ്ങളിൽ കൈവ് വന്നു തുടങ്ങിയപ്പോൾ അവിടുത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഉയരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ സർക്കാർ വർദ്ധിപ്പിച്ച നികുതി കുറച്ച് കുറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇവർക്ക് ലാഭം കുറയത്തില്ല എണ്ണക്കമ്പനികൾക്ക്. എന്നാൽ ഇന്ത്യ സർക്കാർ വർദ്ധിപ്പിച്ച 13 രൂപയും 10 രൂപയും നികുതി കുറക്കാൻ തയ്യാറല്ല. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയപ്പോൾ എണ്ണക്കമ്പനിയുടെ ലാഭം കുറഞ്ഞു. അവർ ലോക്ക്ഡൗൺ എന്ന് തീർന്നോ 82 പക്കം മുതൽ എല്ലാ ദിവസവും 50 പൈസ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ക്രൂഡ് ഓയിലിൻ്റെ വില ഇനി കൂടുമോ? ഇനിയും അവർ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മളെ ബാധിക്കുമെന്നാണ് ചന്ദ്രശേഖരൻ ചോദിച്ച അവസാനത്തെ ചോദ്യം. ഇത് നമ്മളെ ബാധിക്കുക ചില്ലറ വിൽപ്പന വില നിലവാരം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉയരുകയാണ്. ഹോൾസെയിൽ വില താഴുന്നുണ്ട്. ഹോൾസെയിൽ വില മൈനസാണ്, ഡീഫ്ലേഷനാണ് ഇന്ത്യയിൽ. അതേസമയത്ത് റീറ്റെയിൽ വിലയാണെങ്കിലോ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യസാധനങ്ങളുടെ വില 9.2% കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കൂടിയിട്ടുള്ളത്. ഇങ്ങനെ റീറ്റെയിൽ വില കൂടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, അത് ഈ വിലക്കയറ്റത്തിന് കാരണം എണ്ണ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ്. അങ്ങനെ മാന്ദ്യത്തിൻ്റെ കാലത്ത്, രൂക്ഷമായ സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് വില വർധനവിലേക്ക് ഈ പെട്രോൾ വില നയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഐസക്, തിരിച്ചു വരാം. വളരെ ഗുരുതരമായൊരു പ്രശ്നത്തിൻ്റെ മുന്നിലാണ്, ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ മുന്നിലാണ്, സാമൂഹ്യ പ്രശ്നത്തിൻ്റെ മുന്നിലാണ് നമ്മളെ ആകെ, പ്രേക്ഷകരെ ആകെ ഡോക്ടർ ഐസക് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് അഭിപ്രായം പറയാവുന്ന ഒരു ഘട്ടമാണിത്. മാന്ദ്യത്തിൻ്റെ ഘട്ടത്തിൽ വിലക്കയറ്റത്തിലേക്ക് രാജ്യം പോകാൻ പോകുന്നു. നമ്മുടെ നാടിന് ഒരു ചരിത്രമുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പൊക്കെ വിലനിർണയ അധികാരം കേന്ദ്ര സർക്കാരിനായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിലൊക്കെ സാമൂഹ്യ താല്പര്യങ്ങളോടുകൂടി, പരാതികൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ സാമൂഹ്യ താല്പര്യങ്ങളോടുകൂടി രാജ്യത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികൾക്ക് ഇടപെടാൻ കഴിയുന്നൊരു കാലമുണ്ടായിരുന്നു. അതെല്ലാം കമ്പനികൾക്ക് അടിയറ വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ അതിൻ്റെ രാഷ്ട്രീയാധികാരങ്ങൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നികുതി കൊള്ള പോക്കറ്റടിക്കാരനെ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടും ചേർന്ന് മാന്ദ്യത്തിൻ്റെ കാലത്ത് വിലക്കയറ്റത്തിന് മുമ്പിൽ രാജ്യം എത്തി നിൽക്കുന്നു. ഈ എണ്ണയുടെ വിലനിർണ്ണയത്തിൻ്റെ ചരിത്രം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് എന്ത് പറയാനുണ്ട് ഈ ഘട്ടത്തെക്കുറിച്ച്? അല്ല, എണ്ണയുടെ വിലനിർണ്ണയ അവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്തു, നമുക്കറിയാം. അത് കിരിത് പരേഖ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി UPA സർക്കാർ നിയോഗിച്ചു. അദ്ദേഹം സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് മെക്കാനിസം പോയിട്ട് മാർക്കറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അത് മാറുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ പറയുന്നൊരു കാര്യം എന്താണ്? കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഇടപെടാൻ യാതൊരുവിധ അവകാശവുമില്ല, ഇനി എണ്ണ കമ്പനികളാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ന്യായമാണ് ഇതിനു വേണ്ടി BJPയും അതുപോലുള്ള അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്ക് യുക്തിപൂർവമായിട്ടൊരു ചോദ്യം അങ്ങോട്ട് വയ്ക്കാനുള്ളത് ഇതാണ്. അതായത്, ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാസങ്ങളോളം ഈ വില സ്ഥിരമായി നിൽക്കാറുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് അവർ കൂട്ടിയില്ല എന്നുള്ളത് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യമാണ്. അതും തിരഞ്ഞെടുപ്പ് അതുപോലെയുള്ളൊരു കാലഘട്ടമല്ലല്ലോ. തിരഞ്ഞെടുപ്പ് സമയത്തും അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നത്തേതിനേക്കാൾ വളരെ ഉയർന്ന വിലയായിരുന്നു, വില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് എന്തുകൊണ്ടാണ് 1.5 മാസം 2 മാസത്തോളം തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വില കൂടാതെ നിൽക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും എണ്ണ കമ്പനികൾക്ക് അത് നിർദ്ദേശം നൽകാനുള്ള അധികാരം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി അത് അവരോട് നിർദ്ദേശിക്കാനുള്ള അവകാശവും അധികാരവും ഗവൺമെൻറ്റിനുണ്ട്. രണ്ടാമത് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ കമ്പനികൾക്ക് അധികാരം വിട്ടുകൊടുത്തു എന്ന് പറയുന്നു.
അവരാണ് വില നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഈ കമ്പനികൾ ആരുടേതാണ്? ഇന്ത്യയിലെ 90% വിപണിയും നിയന്ത്രിക്കുന്ന ഇത് 3 കമ്പനികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, BPCLും IOCയും HPCLും. ഈ 3 കമ്പനികളുടെയും ഉടമസ്ഥർ ആരാണ്? ഈ 3 കമ്പനികളുടെയും 100% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ്. അതായത് ഇത് 3ഉം കേന്ദ്ര സർക്കാർ കമ്പനികളാണ്. ഈ കമ്പനികൾ ചെയർമാനെയും അതിൻ്റെ ബോർഡിലെ അംഗങ്ങളെയും മറ്റെല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നതിന് നിർണായകമായ രാഷ്ട്രീയ സ്വാധീനവും ഗവൺമെൻറ്റിനുണ്ട്. നമുക്ക് മറിച്ച് പലതും വാദിക്കാനുണ്ടാവും. അങ്ങനെയൊന്നും അല്ലാതെ സ്വതന്ത്രമായൊരു സംവിധാനമാണെന്നൊക്കെ വാദിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ്റിന് അതിന് ഇൻഡയറക്റ്റായിട്ട് ഇടപെടാൻ കഴിയുന്ന ഇതുണ്ട്. അങ്ങനെയുള്ള കമ്പനികളോട് ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതൊരു കോവിഡ് കാലമാണ്, ജനങ്ങളുടെ കയ്യിൽ പണമില്ല, ജനങ്ങൾക്ക് തൊഴിലില്ല, സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിരിക്കുന്നു, കൃഷി അടക്കമുള്ള മേഖലകൾ തകർന്നടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ 1-2 മാസത്തേക്ക് ഇപ്പോൾ ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, 3 മാസം മൊറട്ടോറിയം പ്രഖ്യാപിച്ച് പിന്നീടൊരു 3 മാസത്തോളം നീട്ടി. അതുപോലെ ഇവരോട് പറയാമല്ലോ, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നിങ്ങൾ താൽക്കാലികമായി ഈ വില വർധന നടപ്പാക്കരുത്, വില സ്ഥിരത നിലനിർത്തണം. പിന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചൊരു കാര്യം, അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില വർധന ഇപ്പോൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കൂ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്രയോ അധികം % വില താഴ്ന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. $20 താഴ്ന്നതിന് ശേഷം നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരു കൊല്ലത്തെ ആവറേജ് പ്രൈസ് എടുക്കുമ്പോൾ അത് $50 താഴെ തന്നെയാണ്. മാത്രവുമല്ല, അന്താരാഷ്ട്ര മാർക്കറ്റിലെ നിലവിലുള്ള സ്ഥിതിഗതികളും ലോകത്തെ നിലവിലെ സാമ്പത്തിക പരിസ്ഥിതികളും പരിശോധിക്കുമ്പോൾ പെട്ടെന്നൊന്നും ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിലൊരു ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്ന രീതിയിൽ വലിയ തോതിൽ ഉയരുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, $20 കുറഞ്ഞ സാഹചര്യത്തിലും സൗദി അറേബ്യയ്ക്ക് എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ OPEC രാജ്യങ്ങൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. അതാണൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഇന്ധനങ്ങളും അതുപോലെ അമേരിക്കയുടെ മാർക്കറ്റിലുള്ള ശക്തമായ ഇടപെടലും അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധനവില, ക്രൂഡ് ഓയിലിൻ്റെ വില രാജ്യാന്തര മാർക്കറ്റിൽ കുറഞ്ഞ തോതിൽ നിൽക്കും. അത് ഒരു $50 താഴെ എന്നുള്ള നിലയിലേക്ക് തന്നെ തൽക്കാലത്തേക്ക് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. കാരണം അതാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതാണ്. പല രാജ്യങ്ങളിലും ക്രൂഡിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു, ഇറക്കുമതി കുറഞ്ഞിരിക്കുന്നു, ഇതൊക്കെയുണ്ട്. ഇനി വേറൊരു സാഹചര്യം കൂടി എടുക്കാം. ഇത് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡ് ബാലൻസ് വളരെ അനുകൂലമാണ്. മറ്റൊന്ന്, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ വിദേശ നാണ്യശേഖരം $50,000 കോടി മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ട്രേഡ് ബാലൻസ് ട്രേഡ് കമ്മി, അതായത് വ്യാപാര കമ്മി കുറഞ്ഞു വരുന്നു. അതിൻ്റെ കാരണം ഒന്ന് ക്രൂഡിൻ്റെ വില കുറഞ്ഞിരിക്കുന്നതും മറ്റൊന്ന് സ്വർണത്തിൻ്റെ ഇറക്കുമതി ഗണ്യമായ തോതിൽ കുറഞ്ഞതുമാണ്. അപ്പോൾ അനുകൂല ഘടകങ്ങൾ ഒട്ടേറെ ആ കാര്യത്തിലുണ്ട്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി വേറെയുണ്ട്. പക്ഷേ അനുകൂല ഘടകങ്ങൾ, അതായത് ഈ വില കൂട്ടാതിരിക്കാൻ പര്യാപ്തമാകുന്ന, അതിനടിസ്ഥാനമാകുന്ന അനുകൂല ഘടകങ്ങൾ രാജ്യാന്തര വിപണിയിലുമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലുമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ വില കൂട്ടുന്നു എന്ന് പറയുന്നത് എന്താണ് ഇത്? പിന്നെ NPC നേരത്തെ പറഞ്ഞു, അതായത് ഇവിടെ ഡെയിലി കൂട്ടുന്നത്. പക്ഷേ ഇവിടെ എന്താ ഡെയിലി കൂട്ടുന്ന പ്രശ്നം? ചെറിയ തോതിൽ കൂട്ടുമ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ സമരങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുന്നു, കോവിഡിൻ്റെ പ്രശ്നമുണ്ട്, നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിൽ വലിയ തോതിൽ, പിന്നെ നമുക്കെല്ലാം സാമൂഹ്യ അകലം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ തോതിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യവും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും ഈ കമ്പനികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തോന്നിയ പോലെ, അതായത് ഇത് മാർക്കറ്റിൽ ഞങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള രീതിയിലാണ്. പിന്നെ പറയുന്ന ഒരു ന്യായം എന്താണെന്നറിയുമോ? വേറൊരു വലിയ വിചിത്രമായ ന്യായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ 2000 രൂപയും 500 രൂപയൊക്കെ ജൻധൻ അക്കൗണ്ടിലും കർഷകരുടെ അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ഇതിന് പണം എവിടെ നിന്നാണ്? പിന്നെ പൈസ ഇല്ലാതെ നടക്കുമോ എന്ന് ചോദിക്കും. 56,000 കോടി രൂപയാണ് ആകെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ഇതുവരെ കൈമാറിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 3-4 ലക്ഷം കോടി രൂപയെങ്കിലും ഇതിൻ്റെ പേരിൽ ഈ എക്സൈസ് ഡ്യൂട്ടി 10 പ്രാവശ്യം എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. നമ്മൾ ആലോചിക്കണം, മോഡി സർക്കാർ ഒന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപയായിരുന്നു ഇതിൻ്റെ? 9 രൂപ ചില്ലറ പൈസയായിരുന്നു പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി.
ഇതിപ്പോൾ 21 രൂപയ്ക്ക് മുകളിലാണ്. 10 തവണയായിട്ട് ഈ വില കുറഞ്ഞു വന്നിരുന്ന ഓരോ സാധ്യത 10 തവണ വില കുറഞ്ഞ് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ആ സമയത്തെല്ലാം ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുകയായിരുന്നു. ആ സമയത്ത് ക്രൂഡ് ഓയിൽ പ്രൈസ് കുറഞ്ഞപ്പോൾ ഈ കമ്പനികൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞ സമയത്ത് അവിടെ കയറി എക്സൈസ് ഡ്യൂട്ടി അങ്ങോട്ട് കൂട്ടി അതാണ് 10 തവണ ചെയ്ത കാര്യമാണത്. കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ 10 തവണ ചെയ്ത കാര്യമാണ്. ശരാശരി ഒരു വർഷം. തിരിച്ചു വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം നേരത്തെ പറഞ്ഞ ശ്രീ PM സുരേഷ് ബാബു, മുതിർന്ന കോൺഗ്രസ് നേതാവ്, കോഴിക്കോട്ട് എത്തിയിട്ടുണ്ട്. സുരേഷ് ബാബു, താങ്കൾ അല്പം വൈകിയാണ് രംഗപ്രവേശം ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ താങ്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്കളുടെ സഹപ്രവർത്തകൻ ശ്രീ സുരേന്ദ്രൻ്റെ ചരമത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. താങ്കൾ അവിടെ നിന്ന് ഓടി കിതച്ചാണ് ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നത്. ഇത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, താങ്കളുടെ രാഷ്ട്രീയ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇങ്ങനെ ഡീസൽ വിലയും പെട്രോൾ വിലയും കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ കാളവണ്ടി സമരം നടത്തിയ ഒരു കൂട്ടരുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഭരണകക്ഷിയായ BJP. നിങ്ങളുടെ നിരയിലിരിക്കാവുന്ന മുതിർന്ന നേതാക്കളെ ഓരോരുത്തരെയും മാറി മാറി ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയിലേക്ക് വിളിച്ചു. ഈ ചർച്ചയുടെ വിഷയം എത്തുന്നതുവരെ അവരൊക്കെ വരാൻ തയ്യാറായിരുന്നു. വിഷയം കേട്ടതോടുകൂടി അവരെല്ലാം പിന്മാറി. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ്റെ അകാല നിര്യാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി താങ്കൾ പങ്കെടുത്തതിനെ ഞാൻ ശ്ലാഘിച്ചത്. വളരെ അസാധാരണമായൊരു സാഹചര്യത്തിൽ 16 ദിവസം തുടർച്ചയായിട്ട് വില കൂടിയിരിക്കുന്നു. അത് വിലനിർണ്ണയാധികാരം കമ്പനികൾക്കാണ് എന്നതൊരു രാഷ്ട്രീയ കെട്ടുകഥ തന്നെയാണ്. സർക്കാരിന് ഇടപെടാൻ കഴിയും. ഇടപെടാവുന്ന സാഹചര്യം കൊറോണ വെച്ചും സാമ്പത്തിക സാഹചര്യം വെച്ചും ലോക സാഹചര്യം വെച്ചും ഉണ്ട് എന്നാണ് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ് നിർത്തിയത്. നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അസാധാരണമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായൊരു സ്ഥിതി ഉണ്ടാക്കി എന്ന് താങ്കൾ നേരത്തെ വരുന്നതിന് മുമ്പ് ഡോക്ടർ ഐസക്കും പറഞ്ഞു. താങ്കൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ദേശീയ സാഹചര്യത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവിൻ്റെ പശ്ചാത്തലത്തിലോ വില കുറവിൻ്റെ പശ്ചാത്തലത്തിലോ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഓയിൽ പ്രൈസിൻ്റെ വർധനവ് കൊണ്ടുണ്ടാവുക എന്നത് ഞാൻ പൂർണ്ണമായും ശരിവെക്കുകയാണ്. കാരണം ഇന്ത്യ രാജ്യത്തെ 137 കോടി ജനങ്ങളെയും നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. മറ്റൊന്നുപോലെയുമല്ല. എല്ലാവർക്കും ഇതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അത് ആസേതു ഹിമാചലം എന്ന് പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് നാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഈ ചർച്ചയിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ചർച്ച ഒരു കാരണവശാലും ഇതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചർച്ചയല്ല. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ വീർപ്പുമുട്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ തിരുത്തണം എന്ന് ആവശ്യപ്പെടുവാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു ചർച്ചയാണ് എന്ന നിലക്കാണ് ഇതിന് ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാനും കൂടി കടന്നു വന്നത്. ജനങ്ങളിതിൽ ബോധവാന്മാരായേ മതിയാകുകയുള്ളൂ. ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. അതിന് നിയമം മാറ്റണമെങ്കിൽ നിയമം മാറ്റണം, നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഭേദഗതി വരുത്തണം. ഏത് രൂപത്തിലായാലും ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് വില നിർണ്ണയാധികാരം കമ്പനികൾക്ക് കൊടുത്തുപോയിട്ടുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം സഹിച്ചോളണം എന്ന് പറയാൻ ഒരു ഭരണകൂടത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ ജനക്ഷേമമാണ് ആ ഭരണകൂടത്തെ നയിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും ആ ഭരണകൂടത്തിന് അങ്ങനെ പറയാൻ കഴിയുകയില്ല. ശ്രീ സുരേഷ് ബാബു, ഈ ചർച്ചയിൽ വളരെ നിർണായകമായ ഒരു അഭിപ്രായമാണ് താങ്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വിലനിർണ്ണയ അധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്ത ഒരു തീരുമാനം ഇരിക്കെ തന്നെ, അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, നടപ്പായ തീരുമാനമാണ് എന്നിരിക്കെ തന്നെ അത് പുനഃപരിശോധിക്കേണ്ട ഘട്ടം വന്നാൽ അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ പറഞ്ഞത്. ഞാൻ പറയും, അത് ഈ സമയത്തെ ബ്രേക്കിംഗ് ന്യൂസാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന. താങ്കൾ അങ്ങനെ ഒരു നിർദ്ദേശം പുനഃപരിശോധിക്കേണ്ട ഘട്ടമായി ദേശീയ വിലനിർണ്ണയ നയം
എന്ന് താങ്കൾ നിർദ്ദേശിക്കുകയാണ് ഈ ചർച്ചയിൽ, അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള വർധനവായി വന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കൊണ്ട് മാത്രമല്ല, ഗവൺമെന്റ് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള വർധനവാണ്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ആ കുറയുന്ന വിലക്കനുസരിച്ച് ആനുപാതികമായി അതിൻ്റെ എക്സൈസ് തീരുവ, ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് സർക്കാർ മുതൽക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഗവൺമെന്റ് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വിലവർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏത് വേദികളിലും അതിനെ ചെറുക്കേണ്ടതാണ്, അതിനെ പരിഷ്കരിക്കേണ്ടതാണ്. അതിന് ആവശ്യമായ നിയമ ഭേദഗതികളും നടപടി ഭേദഗതികളും ഉണ്ടാകണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ അത് ആധികാരികമായി തന്നെ ഉന്നയിക്കാനും ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ആർജവത്തെ ഞാൻ ആദരിക്കുന്നു. 2009 അധികാരത്തിൽ വന്ന രണ്ടാം UPA സർക്കാരാണ് 2010 ജൂണിൽ നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെ വിലനിർണ്ണയാധികാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔപചാരികമായി എടുത്തുമാറ്റുകയും അത് കമ്പനികൾക്ക്, പെട്രോൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കുകയും ചെയ്തത്. പുതിയ കൊറോണയുടെ സാഹചര്യത്തിൽ, ഈ ദുരിതത്തിൻ്റെ സാഹചര്യത്തിൽ അത് പുനഃപരിശോധിക്കണം എന്ന് കോൺഗ്രസ് നേതാവായ ശ്രീ PM സുരേഷ് ബാബു നമ്മുടെ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്താ സംവാദം തുടരുകയാണ്. നേരത്തെ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകേണ്ട, കക്ഷി രാഷ്ട്രീയ അതീതമായ ജനകീയ വിഷയം തന്നെയാണ്, ജനങ്ങളുടെ ജീവൻ മരണ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നിത്യജീവിതത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തെ നമുക്ക് മാറ്റി വയ്ക്കാൻ ആവില്ല. ഇതുപോലൊരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ പലരും പരാമർശിച്ചതുപോലെ 2010 ഈ നയത്തിലേക്ക് നമ്മൾ കടന്നത്. ഇത്തരത്തിൽ കമ്പനികൾ വില തീരുമാനിക്കുന്ന നയത്തിലേക്ക് കടന്നത് കേന്ദ്ര സർക്കാർ ഔപചാരികമാണെങ്കിലും അതിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് 2014 ഡീസൽ കൂടി വിട്ടുകൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അത് പൂർണ്ണമാക്കുകയാണ് ഉണ്ടായത്. 2010 മൻമോഹൻ സിംഗ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു നയത്തിലേക്ക് പോയപ്പോൾ കാളവണ്ടി സമരം നടത്തി എന്ന് ഞാൻ പറഞ്ഞ BJP ആണ് ഇന്നീ ചർച്ചയിൽ നിന്ന് നിന്നുകൊണ്ട് കുറ്റവാളികളുടെ മനഃശാസ്ത്രം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പഴയ സമരത്തിൻ്റെ ദൃശ്യം PCR ഇപ്പോൾ അത് കാണിക്കാൻ കഴിയുമോ? ആ കാളവണ്ടി സമരത്തിൻ്റെ ദൃശ്യമാണ്. അതിൽ BJP നേതാവ്, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരനാണ് അതിൽ നമുക്ക് കാണാനാവുന്നത്. ഡോക്ടർ ഐസക്, ഇത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഒരു സമയമല്ല, അതിലും വലിയ ജീവൻ മരണ പ്രശ്നം ആണ്. എങ്കിൽ പോലും ഒരു ദേശീയ നയം രാഷ്ട്രത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരുപാട് ജനങ്ങൾക്ക്, ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദേശീയ ഭരണകക്ഷിയുടെ നേതാക്കൾ അതിൻ്റെ ചർച്ചയിൽ നിന്ന് ഒളിച്ചു പോകുന്നു. ഇതേക്കുറിച്ച് ഒന്ന് അഭിപ്രായം പറഞ്ഞു പോകണ്ടേ ഡോക്ടർ ഐസക്? ഒളിച്ചു പോകുകയല്ലാതെ എന്ത് ന്യായമാണ് നാട്ടുകാരുടെ മുന്നിൽ പറയാൻ പറ്റുക? ഇപ്പോൾ ഈ നയം തിരുത്തണം. ഇനി തിരുത്താനിപ്പോൾ സ്വപ്പം താമസമൊക്കെ ഉണ്ടായാൽ പോലും ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഇന്ത്യ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനികളല്ലേ, ഇപ്പം കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ കൂട്ടുമാരെങ്കിലും. ഉടമസ്ഥം കൂട്ടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാരണ കമ്പനികൾക്ക് സ്വാതന്ത്ര്യം വെച്ചാൽ കമ്പനിയുടെ ഉടമസ്ഥന്മാരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ സർക്കാർ തന്നെ കൂട്ടായിരുന്നിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത്. ഈ കോവിഡ് കാലത്തും ഇന്ത്യ സർക്കാരിൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ 82 ദിവസം ലോക്ക്ഡൗൺ കാലത്ത് അവർ കൂട്ടായിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? അതിന് കാരണം ഇന്ന് ഈ പൊതുമേഖലാ കമ്പനികൾ മാത്രമല്ല എണ്ണ വിൽക്കുന്നത്. റിലയൻസ് കമ്പനിയുണ്ട്. ആ റിലയൻസ് കമ്പനിയാണെങ്കിൽ ഇതിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുക, മേടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇന്ത്യയിലെ മേജർ പ്ലെയർ ആവാൻ പോവുകയാണ്. അവരോട് നിങ്ങൾ അത്ര ലാഭം വേണ്ട, ഇത് നാടിന് വേണ്ടിയിട്ട് ഇത് വില കുറച്ച് വെക്കണം എന്ന് പറയാൻ ഇന്ത്യ സർക്കാരിന് പറ്റുമോ? ഇതാണ് പ്രശ്നം. 2010 എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നയമാറ്റം കൊണ്ടുവന്നത്? അതുവരെയും ഈ പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറയുന്നത് ബേസിക് ഗുഡ്സായിട്ടാണ് വെച്ചിരുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാന എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിനും
ഈ ഇന്ധനം വേണം, അല്ലെങ്കിൽ എന്ത് കെട്ടിടം പണിയുന്നതിനും സിമൻറ്റ് വേണം, സ്റ്റീല് വേണം. ഇങ്ങനെയൊക്കെയുള്ള ചരക്കുകൾ ഇതൊക്കെ ബാക്കിയുള്ളവയുടെയൊക്കെ വില സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് അവയുടെ വില നിയന്ത്രിച്ച് നിർത്തണം, അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ് വേണം എന്നുള്ളതാണ് ഇന്ത്യ തുടർന്ന് വന്നിരുന്ന കാഴ്ചപ്പാട്. ഈ പെട്രോൾ ഇഞ്ചൻ ഡീസലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ റിഫൈനറിങ് ഒക്കെ നമുക്കുണ്ടെങ്കിലും ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് വരണം. ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണെങ്കിൽ ഏത് നിമിഷവും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എണ്ണ ഇന്ത്യയിലെ പെട്രോളിനും ഡീസൽ വില അതുപോലെ കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. അതിന് സ്ഥിര വില വേണം എന്നുള്ളതായിരുന്നു അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിൻ്റെ തത്വം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് 2010 മാറ്റേണ്ടി വന്നത്? അതിന് ഏതാനും വർഷം മുമ്പ് റിലയൻസ് പെട്രോൾ പമ്പുകൾ തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റിലയൻസിൻ്റെ പമ്പും അവിടുത്തെ മസ്കോട്ട് ഉണ്ടല്ലോ, ഒരു ഊതിയുർപ്പിച്ച മനുഷ്യൻ്റെ ഒരു ആകൃതിയിലുള്ള ഇത്, അത് രാജ്യത്തെമ്പാടും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ പൂട്ടേണ്ടി വന്നു. കാരണം ഇന്ത്യ സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് താഴ്ത്തി നിർത്തി. നമ്മുടെ പെട്രോളിയം കമ്പനികൾക്ക് ഇങ്ങനെ താഴ്ത്തി നിർത്തിയാലും വലിയ നഷ്ടം വന്നാൽ ഇന്ത്യ സർക്കാർ നഷ്ടം നികത്താൻ വേണ്ടി പണം കൊടുക്കും. റിലയൻസിന് സ്വകാര്യ കമ്പനിയെ പണം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിലയൻസിൻ്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന തടസ്സം വന്നപ്പോഴാണ് എന്നാൽ എണ്ണ വില നമുക്ക് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റർ പ്രൈസ് വേണ്ട എന്ന് വെക്കുന്നത്. ഈ കമ്പനിയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ നയം വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ സർക്കാരിന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തോട് പറയാം, പക്ഷേ ഇതുപോലെ റിലയൻസിനോട് കൽപ്പിക്കാൻ ഒരു പ്രയാസമുണ്ട്. ഇതാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. നമ്മളിത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏതായാലും രാജ്യത്തെ ജനങ്ങളുടെ മുദ്രാവാക്യം സുരേഷ് ബാബു പറഞ്ഞു തന്നെയാണ്, ഇത് നിയന്ത്രണം കൊണ്ടുവരണം, അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല. അതിലുപരി ഞാൻ പറയാം, പ്രായോഗികമായിട്ട് ഇന്നിപ്പോൾ ഉടനെ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുക. ഈ മാർച്ച് മാസത്തിൽ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ആളുകളുടെ കൈയും കാലും കെട്ടിയിട്ടിട്ട് 10 രൂപ ഡീസലിനും 13 രൂപ പെട്രോളിനും വർദ്ധിപ്പിച്ചവരാണ്. NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന നികുതിയുടെ കണക്ക് ജോർജ് ജോസഫ് പറഞ്ഞു, 3.5 മടങ്ങാണ് ഈ 14 വർഷം കൊണ്ട് പെട്രോളിൻ്റെ എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചത്. എത്ര ഡീസലിൻ്റെ അറിയോ? 9 മടങ്ങ്. 9 മടങ്ങാണ്. ഒരു ചരക്കിനും ഇന്ത്യയുടെ നികുതി ചരിത്രത്തിൽ ഇതുപോലെ നികുതി വർധനമുണ്ടായിട്ടില്ലെന്ന്. അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ സംയുക്തമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വരേണ്ടതുണ്ട്. ഒരു വശത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ നികുതി ഇളവ് നൽകാം, 1.5 ലക്ഷം കോടി, എന്നിട്ടോ പാവപ്പെട്ടവരെ പിഴിഞ്ഞ് ആ പണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കമ്മി കൂടാൻ കാരണം ആ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് കൊടുത്തുകൊണ്ടാണ്. ആ കമ്മി നികത്താൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗമാണ്. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുമ്പോൾ നമ്മുടെ കമ്മി കൂടുന്നു. ആ കമ്മി താത്തി നിർത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ പിഴിയുക. ആ പിഴിയാനുള്ള ഏറ്റവും നല്ല മാർഗം പെട്രോളിൻ്റെ മേലുള്ള നികുതിയാണ്. GST പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. അവിടെ വന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്സാവില്ല. വന്നു കഴിഞ്ഞ കൗൺസിലിൽ ചെരുപ്പിന്, തുണിക്ക്, വളത്തിന് നികുതി കൂട്ടണം. BJP സംസ്ഥാനങ്ങൾ പോലും തീർത്തു, കേൾക്കാൻ പോലും തയ്യാറായില്ല. അപ്പോൾ പിന്നെ ഏത് നികുതിയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക? ഇന്ത്യ സർക്കാരിൻ്റെ കയ്യിലുള്ള നികുതി അത് ഈ എണ്ണ വിലയാണ്. അതവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കോരി അതിൽ വഴി ജനങ്ങളെ പിഴിയുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി റോൾ ബാക്ക് ചെയ്യുക, അതായിരിക്കണം നമ്മുടെ കേന്ദ്ര മുദ്രാവാക്യം. അതോടൊപ്പം നിശ്ചയമായിട്ടും എണ്ണ വില ഇഷ്ടം പോലെ നമുക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്തു കളയണം. ഇത്തരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇത് BJP രാഷ്ട്രീയമായിട്ട് വലിയ ഡിഫൻസിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് BJP വക്താക്കന്മാർ ഒരു ചർച്ചയ്ക്ക് പോലും വരാൻ പറ്റാത്തത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ എങ്ങനെ ഈ കോവിഡിനെ നേരിടണം എന്ന കാര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരു പൊതു സമീപനം കൈക്കൊണ്ടു. അതുപോലെ ഈ പെട്രോൾ, ഡീസൽ, എക്സൈസ് നികുതിയുടെ കാര്യത്തിൽ മുഴുവൻ പാർട്ടികളും ഒരുമിച്ചൊരു നിലപാടെടുത്ത് ഈ കോവിഡ് കാലത്ത്
ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് പോവേണ്ടതുണ്ട്. ഈ ചർച്ച അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ദേശീയ നയം മാറ്റണം എന്ന് മാത്രമല്ല, അടിയന്തരമായി എക്സൈസ് തീരുവ ഇപ്പോൾ കൂട്ടിയത് പിൻവലിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഒപ്പം തന്നെ ഇടപെട്ടുകൊണ്ട് പെട്രോളിയം കമ്പനികൾക്ക് മുകളിൽ ഇടപെട്ടുകൊണ്ട് ഇനിയുള്ള വിലവർദ്ധനവ് മാറ്റിവെക്കണം, വിലവർദ്ധനവ് പിൻവലിക്കണം എന്ന തരത്തിലുള്ളൊരാവശ്യം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ചകൾ പലപ്പോഴും പങ്കെടുക്കുന്നവരുടെ ശബ്ദശേഷി, ശകാരപദ പ്രയോഗശേഷി ഒക്കെയാണ് അളന്നെടുക്കാറ്. പക്ഷേ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടും കൂടി ടെലിവിഷൻ ചർച്ചകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇവിടെ തെളിയുന്നത്. ഇനി ഈ നിർദ്ദേശങ്ങളുടെ പ്രയോഗ സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ ഞങ്ങൾക്ക് ഇവിടെ കാണിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ധനവിലയും തൊട്ടയൽ രാജ്യങ്ങളിലെ നമ്മളെപ്പോലെ തന്നെയുള്ള രാജ്യങ്ങളിലെ ഇന്ധനവിലയും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാം. ഇതാണ് തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ. നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ ഒരു കാലത്ത് നമ്മുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ, നമ്മളെപ്പോലെ തന്നെയുള്ള ജനങ്ങൾ ഉള്ള പാകിസ്ഥാൻ. പെട്രോൾ 65 രൂപയാണ്, ഡീസൽ വില 61 രൂപ 56 പൈസയാണ്. ഇത് ഇന്ത്യൻ വിലയുടെ മൂല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. നമ്മുടെ നാട്ടിലെ വിലയുമായി പ്രേക്ഷകർക്ക് താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ 69 രൂപ പെട്രോളിന്, 51 രൂപ ഡീസലിന്. നേപ്പാളിൽ 71 രൂപ 25 പൈസ പെട്രോളിന്, 59 രൂപ 43 പൈസ ഡീസലിന്. നമ്മുടെ നാട്ടിൽ ഇത് മുംബൈയിലെ വിലയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. 86 രൂപ പെട്രോളിന്, ഡീസലിന് 76 രൂപ. ഇതാണ് തൊട്ടടുത്ത രാജ്യങ്ങളുമായുള്ള ഒരു താരതമ്യം പറയുകയാണെങ്കിൽ. അന്താരാഷ്ട്ര വിലയാണ് പലപ്പോഴും ഇതിൻ്റെ വിപണി പണ്ഡിറ്റുകൾ എപ്പോഴും ഉന്നയിച്ച് കാണുന്നത് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വിലയെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര വില നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ജോർജ് ജോസഫ് ആണെന്ന് തോന്നുന്നു. കോവിഡ് സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിലയും കുറഞ്ഞു നിൽക്കുകയാണ്. അന്താരാഷ്ട്ര വില കാണിക്കുന്ന ഒരു കാർഡിലേക്ക് ഇനി നമുക്ക് പോകാം. ഇതാണ് ഓരോ വർഷത്തിലും ഇത് അന്താരാഷ്ട്ര വില വേരി ചെയ്യുന്നത് കൊണ്ട് ശരാശരി ക്ലോസിംഗ് നിരക്കാണ് എടുത്തിരിക്കുന്നത്. 2015 അത് $50 ആയിരുന്നു, 50.8 ആയിരുന്നു. 2016 അത് 43.29 മാറി. 2017 അത് 50.8 വീണ്ടും മാറി. 2018 65.23 മാറി. 2019 56.99 മാറി. 2020 കോവിഡിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണത് നമ്മുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശരാശരി നിരക്കിലേക്ക് 37.33 അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരിക്കുകയാണ്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് 20 രൂപയ്ക്ക് പോലും പെട്രോളും ഡീസലും കൊടുക്കാൻ വരെ കഴിയുന്ന ഒരു വിലയാണ് ഇപ്പോഴുള്ളത് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കാവുന്നത് ജോർജ് ജോസഫിന് തന്നെയായിരിക്കും. ജോർജ് ജോസഫ്, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഇതൊക്കെ നടപ്പാക്കാവുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യമാണ് ഉള്ളത്. ഞങ്ങളെടുത്ത കണക്കുകളാണ്, താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഈ മാറ്റത്തിലേക്ക് ഇവിടെ 2 പ്രമുഖ നേതാക്കൾ നിർദ്ദേശിച്ച മാറ്റത്തിലേക്ക് ഉടനെ പോകാവുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇത്? ജോർജ് ജോസഫ്. NPC ഞാൻ ചർച്ചയിൽ ഡോക്ടർ ഐസക്കിൻ്റെയും അതുപോലെ തന്നെ ശ്രീ സുരേഷ് ബാബുവിൻ്റെയും അഭിപ്രായങ്ങൾ വളരെ കൗതുകപൂർവ്വം വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഒന്ന് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസത്തിലേക്ക് തിരിച്ചു പോകണം, 2 എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കൊടുക്കണം. ഇതിൽ എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാരണവശാലും പഴയ APM സിസ്റ്റത്തിലേക്ക് ഇനി ഗവൺമെൻറ് തിരിച്ചു പോകില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യുകയാണ്.
ഇപ്പോൾ 3 കമ്പനികളാണ് 90% ഇന്ത്യയിലെ എണ്ണ വിതരണം ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IOC, HPCL, BPCL. നമ്മൾ ആലോചിക്കുക, BPCL വിൽക്കാൻ പോവുകയാണ്. നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു, വിൽക്കാനുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞു. ഗവൺമെൻറ് ആ നടപടികളിലേക്ക് പോയത് NPCക്കും നമ്മുടെ പാനലിലുള്ള എല്ലാവർക്കും അറിയാം. അതിലേക്ക് പോയി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായിട്ടുള്ള സൗദി അരാംകോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ പെട്രോളിയം ഉൽപ്പാദക കമ്പനിയായിട്ടുള്ള റിഫൈനിങ് കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയറുകൾ വാങ്ങിക്കൊണ്ട് റിലയൻസുമായിട്ടുള്ളൊരു ടൈപ്പിലേക്ക് അരാംകോ പോയി കഴിഞ്ഞിരിക്കുന്നു. അരാംകോ അരാംകോയുടെ സ്വന്തമായ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ബോംബെക്കടുത്ത് മഹാരാഷ്ട്രയിൽ അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്ന് സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതാണ്. അപ്പോൾ BPCL വിൽക്കുമ്പോൾ അവരുടെ 4 റിഫൈനറികളിൽ ആസാമിലെ ഒരു റിഫൈനറി ഒഴിച്ച് നമ്മുടെ കൊച്ചി റിഫൈനറി ഉൾപ്പെടെ എല്ലാം പോകാൻ പോകുന്നത് സ്വകാര്യ മേഖലയുടെ കൈകളിലേക്കാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ സ്വകാര്യ മേഖലയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അത് ബിഡ്ഡിങ് ഉണ്ടാവും, അത് അന്താരാഷ്ട്ര ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞാലും അത് കിട്ടാൻ സാധ്യതയുള്ള കമ്പനി ആരാണ്? കേരളത്തിലെ ഏതെങ്കിലും കമ്പനിക്ക് ഇപ്പോൾ V-Guardനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്കോ അവിടെ പോയി എൻ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എണ്ണ വിതരണവും ഉൽപ്പാദനവും റിഫൈനിങ് എന്ന് പറയുന്നത് വലിയ കോടാനുകോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള, ടെക്നിക്കൽ നോഹൗ ഉള്ള, വളരെ സാങ്കേതികമായ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ സംഭവമാണ്. 1969 കൊച്ചി അമ്പലമുള്ള റിഫൈനറി സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഈ നിലയിലേക്ക് എത്തിച്ച, വിതരണ ശൃംഖലയെ എത്തിച്ച എല്ലാം ചെയ്തിട്ടുള്ള BPCL വിൽക്കുകയാണ്. ആ BPCL വിൽറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട IOC, HPCL വിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പോകുന്നത്? ഒരു കാരണവശാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസത്തിലേക്ക് തിരിച്ചു പോകാനോ എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്ത ഇത് കൊടുക്കാനോ പോകുന്നില്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ NPC ഇവിടെ കാണിച്ച കാർഡുകളും കണക്കുകളും നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം ഇന്ന് ക്രൂഡ് ഓയിൽ വില, ലോകത്ത് ഇന്ന് ഉള്ള വില 2004 വിലയ്ക്ക് തുല്യമാണ്. 2004 വിലയ്ക്ക് തുല്യമാണ് ഇന്ന് ആഗോള മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിൻ്റെ വില. 2004 ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 33 രൂപ ചില്ലറ പൈസയായിരുന്നു. ഇനി ഇവിടെ ചില വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് NPC ശ്രദ്ധിച്ചാണോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, ആ വിദണ്ഡവാദം ഇതാണ്. ഒന്ന്, ഇത് നമുക്ക് എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ ഡോളർ പ്രൈസ് കൂടിപ്പോയി. ഡോളർ പ്രൈസ് കൂടിയതുകൊണ്ട് നമുക്ക് ഇറക്കുമതിക്ക് ചിലവ് കൂടുതൽ വരുന്നു. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ഇത്? 2 കാരണങ്ങളാണ് പറയുന്നത്. രാജ്യത്തെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കും പാവങ്ങൾക്ക് പണം എത്തിക്കാനും കക്കൂസ് പണിയാനും ഒക്കെ പൈസ വേണ്ടേ? പിന്നെ ഡോളറിൻ്റെ മൂല്യം ഇവിടെ കൂടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിദണ്ഡവാദം, ഞാൻ അതിനുകൂടി മറുപടി പറയണം എന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. കാരണം മറ്റൊന്നുമല്ല, ഡോളറിൻ്റെ വില 72 രൂപ അല്ലെങ്കിൽ 73 രൂപ ശരാശരിയിൽ നിന്ന് 74 രൂപയ്ക്ക് മുകളിലേക്ക് 75 രൂപ ടച്ച് ചെയ്ത അവസരങ്ങളിലേക്ക് വരെ വന്നിട്ടുണ്ട്. പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഡോളറിൻ്റെ വില കൂടിയിരിക്കുന്നത് 5-6%. പക്ഷേ നമ്മൾ എടുക്കുക ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 45-50-60% ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കുറഞ്ഞിരിക്കുന്ന പാർട്ടിൻ്റെ ഒരു ഭാഗം പോലും ഗവൺമെൻറ് ജനങ്ങൾക്ക് പാസ് ഓൺ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള പാവങ്ങളെ പിഴിഞ്ഞെടുക്കാൻ. എന്നിട്ട് വേണം, അപ്പോൾ ഇവിടെ സാധാരണക്കാരൻ പറയുന്നത് എന്തെന്നാ, 2000 രൂപ അക്കൗണ്ടിൽ വന്നു, എൻ്റെ അക്കൗണ്ടിൽ 6000 രൂപ വന്നു, മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ വന്നു, ഇതൊക്കെ തരണ്ടേ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ പാക്കേജാണ് ഒരു പാക്കേജിലെ ഏറ്റവും വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ധന വില കുറച്ച് നിർത്തുകയാണ്. ഇന്ധന വില കുറച്ച് നിർത്തിയാലുള്ള ഗുണം എന്താ? ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ ആകെ കൊടുത്തിരിക്കുന്നത് 33 കോടി ആളുകൾക്ക് കിട്ടിയെന്നാണ് ഗവൺമെൻറ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ ഇത് ഡീസലിൻ്റെ, പെട്രോളിൻ്റെ, ഗ്യാസിൻ്റെയൊക്കെ വില കുറയുകയാണെങ്കിൽ അത് എത്ര പേർക്ക് കിട്ടും? ഈ 130 കോടി ആളുകൾക്കും ബെനിഫിറ്റ് കിട്ടുന്നൊരു കാര്യമാണ്. അതിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ ഇവിടെ സാധനങ്ങളുടെ നേരത്തെ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാണിച്ച പോലെ സാധന വിലകൾ കുറയുകയും ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറയുകയും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വേറൊരു പ്രശ്നം എന്താ? ഞാൻ ഇന്ന് പോരുന്നതിന് മുമ്പ് സാധാരണക്കാരായ ചില ആളുകളായിട്ട് സംസാരിച്ച ഓട്ടോറിക്ഷക്കാരൻ
അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് കോമൺ ഒരു ഇത് പൊതുവായ ട്രാൻസ്പോർട്ട് സംവിധാനം ഉപയോഗിക്കുന്നതിലൊരു ആളുകൾക്കൊരു ഒരു അതൃപ്തിയുണ്ട്. കാരണം കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് പലരും ബൈക്കും കാറും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവരുടെ പേഴ്സണൽ വാഹനത്തിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് എത്രയാണ്? ഒന്നാമത് പണിയില്ല. ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അവരെ ആരാണോ പരിപോഷിപ്പിക്കുന്നത്, ആ ഗവൺമെൻറ്റുകളെ, ആ ഗവൺമെൻറ്റിനെ, മോഡി ഗവൺമെൻറ് ആരാണ് നിലനിർത്തിയിരിക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രമായി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമായി ഇന്നത്തെ നമ്മുടെ NDA ഗവൺമെൻറ് തരംതാണിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് അത്രയും ഈ റോൾ ബാക്ക് ചെയ്യുക, എക്സൈസ് ഡ്യൂട്ടി റോൾ ബാക്ക് ചെയ്യുക എന്നുള്ളതും നടക്കാൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ 10 തവണ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. 10 തവണ കൂട്ടേണ്ട ആവറേജ് ഒരു വർഷത്തിൽ 1-ൽ കൂടുതൽ തവണ കൂട്ടേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ UPA ഗവൺമെൻറ്റാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. 2010 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പോണതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചു, പിന്നെ ഞങ്ങളായിട്ട് അത് തുടർന്നു എന്നുള്ള ഒരു ന്യായമൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ ജോർജ് ജോസഫും ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് നേതാക്കളും ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കേണ്ട ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. പക്ഷെ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരല്ല ഇവിടെയുള്ളത്, മറിച്ച് അത് നടപ്പാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യതകളുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സംവാദം തുടരുകയാണ്. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബുവും സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നേരത്തെ താങ്കൾ ദേശീയ നയം തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതൊരു പെട്രോൾ വിലവർദ്ധനവിൻ്റെ പശ്ചാത്തലത്തിൽ, തുടർച്ചയായ പെട്രോൾ വിലവർദ്ധനവിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം വരുന്നതാണോ, അതോ കോവിഡ് ലോകത്തെ പഠിപ്പിച്ച പുതിയ പാഠങ്ങൾ, നേരത്തെ തന്നെ ആ പാഠങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ തീവ്രമായി പഠിപ്പിച്ച പുതിയ പാഠങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നതാണോ? എല്ലാം വിപണി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിലൂടെ ലോകം ഒരു 2.5-3 പതിറ്റാണ്ടോളം മുന്നോട്ട് പോയിരിക്കുന്നു. അവിടെയാണ് അശനിപാതം പോലെ ഇത് വന്ന് വീണതും. വിപണിക്കെല്ലാം തീരുമാനിക്കാൻ കഴിയില്ല. വിപണിക്കപ്പുറം ചില ശക്തികൾ കൂടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് ലോകം ഞെട്ടി ഉണർന്നിരിക്കുകയാണ്, അടികൊണ്ട് ഉണർന്നിരിക്കുകയാണ്. ആ പുതിയ ലോകബോധ്യം കൂടി താങ്കളെ കൊണ്ട് ഇത് പറയിക്കുന്നുണ്ടോ? നമ്മുടെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പിന്നിൽ കോവിഡ് അനുഭവം തരുന്ന രാഷ്ട്രീയ പാഠങ്ങൾ കൂടിയുണ്ടോ സുരേഷ് ബാബു? അത് ഓരോ രാജ്യവും അംഗീകരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ നയങ്ങളെ ആധാരമാക്കിയിട്ടാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുക. ചില മുതലാളിത്ത രാജ്യങ്ങളുണ്ട്, ചില മതരാഷ്ട്രങ്ങളുണ്ട്, മറ്റു ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും ആണ് അധിഷ്ഠിതമായി നിൽക്കുന്നത് എങ്കിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ അല്ലാതെ മാർക്കറ്റിന് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ ആ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പാടില്ലാത്തതാണ്. വ്യതിചലനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെന്റ് സോഷ്യലിസവും ജനാധിപത്യവുമാണ് അടിസ്ഥാന നയമായി അംഗീകരിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ നയം ക്യാപിറ്റലിസമാണ്, ഞങ്ങൾ ജനാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ജനവിധി തേടി അധികാരത്തിലേക്ക് വന്നിട്ട് ഈ നയങ്ങളിലേക്കൊക്കെ തിരികെ പോകാം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും സോഷ്യലിസവും നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഈ നാട്ടിലെ ജനകോടികളുടെ ജീവിതഭാരത്തെ നിശ്ചയിക്കുവാനുള്ള അധികാരം കൈമാറുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള സാമ്പത്തിക സാമൂഹ്യ നയങ്ങൾ കൊണ്ട് ജനങ്ങളെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുക എന്നുള്ളതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നിർബന്ധമായും ഇത്തരം ചില കാര്യങ്ങളിൽ റോൾ ബാക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തു എന്നത് ഒറ്റ കാര്യം കൊണ്ട് മാത്രം BJP അത് അനുവർത്തിക്കണമെന്നില്ലല്ലോ. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ മാറ്റുന്നില്ലേ? കാശ്മീരിന്റെ പ്രത്യേക പദവി കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ, അത് അവരെടുത്തില്ലേ? NPR കാര്യത്തിൽ അതവരെടുത്തില്ലേ?
അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിൽ അവർക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നുന്നുണ്ട്? എന്തുകൊണ്ട് ഈ 130-ലധികം വരുന്ന കോടി ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട് എന്ന് ധരിച്ച് അത് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനം, ഡീസലിന്റെ കൂടി അധികാരം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത് ആ ഭരണകൂടത്തിന്റെ ജനങ്ങളോടുള്ള സമീപനത്തിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം തന്നെയാണ്. ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളിലെ ഏറ്റവും പ്രകടമായ, എന്നാൽ അത് പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു സംഭവമാണ്. ഈ ഭരണകൂടത്തിന്റെ ഇന്റൻഷൻ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യ സംരക്ഷണമാണ് എന്ന് പരക്കെ അറിയപ്പെടുന്നതാണ്. അത് ആവർത്തിക്കപ്പെടുന്ന ഒരു തീരുമാനമാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത്. നമുക്ക് ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് എക്സൈസ് തീരുവ കുറക്കണം. അധികാരം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ മേൽ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ മുതലാളിയായ ഭരണകൂടം, യഥാർത്ഥ മുതലാളിയായ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ വെക്കണം, കൊണ്ടുവരണം. എന്നിട്ട് ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ശ്രീ സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ അഭിപ്രായങ്ങളാണ്. ഡോക്ടർ ഐസക്, താങ്കളുടെ സുഹൃത്ത് സുരേഷ് ബാബു പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് കേരളത്തിലെ ഭരണപക്ഷം പലതരം വിമർശനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതേ പ്രതിപക്ഷത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ ഉയർത്താത്തൊരു ശബ്ദമാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പറയാവുന്ന വിധം സുചിന്തിതമായ അഭിപ്രായം എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റേതാണ് പൊതുമേഖലകൾ ഉണ്ടാകണം എന്നൊരു നയം കോൺഗ്രസ് പിടിച്ചിരുന്നതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആവടി സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്നു. എങ്കിൽ പോലും സോഷ്യലിസ്റ്റിക് ധാരണകളും നെഹ്റുവിയൻ ഇക്കണോമിക്സും ഒക്കെ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ ചിന്തയുടെ ധാരകൾ ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് ഉയരുന്നു. ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നേരത്തെ താങ്കൾ പറഞ്ഞത് ഇത് ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഒരു സമവായമുണ്ടാക്കി ഇന്ത്യ കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. സമവായത്തിൻ്റെ സാധ്യതകൾ, ഐക്യത്തിൻ്റെ സാധ്യതകൾ, ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില സാമൂഹ്യ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയുടെ സാധ്യതകൾ സുരേഷ് ബാബുവിൻ്റെ വാക്കുകളിൽ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം പറയുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം. ഐസക്. സമീപകാലത്തെ 2 സംഭവങ്ങൾ പറയട്ടെ. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഈ കോവിഡിനെ എങ്ങനെ നേരിടണം. അതിൻ്റെ ഏകീകൃത മുദ്രാവാക്യങ്ങൾ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്തുണ്ടാക്കിയല്ലോ. 2, തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു. അതിൽ BMS അടക്കം വന്നു കേട്ടോ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൊതുവായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റും. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നോക്കാൻ ത്രാണിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലും ഒരുമിച്ചൊരു നിലപാട്, ഒരുമിച്ച അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുള്ളത്. ഇവിടെ 2 പ്രതിവിധികളാണ് വന്നത്. ഒന്ന്, ഈ വില നിർണ്ണയ അധികാരം വീണ്ടും സർക്കാരിലേക്ക് എടുക്കുക. 2, നമ്മുടെ നികുതി കുറക്കാം. ഇതിൽ ആദ്യത്തേത് ഞാൻ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി ഉണ്ട്. കാരണം റിലയൻസ് പ്രൈവറ്റ് സെക്ടർ ഇന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഇപ്പോൾ സ്വകാര്യവൽക്കരണം കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് ഈ വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നൊരു സിഗ്നലാണ്. BPSLനെ വിൽപ്പന വെച്ചിട്ടുള്ളൂ, അത് ആയിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഈ സാമ്പത്തിക തകർച്ചയുടെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എണ്ണക്കമ്പനി വിൽക്കാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തില്ല, നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും എന്നൊക്കെയുള്ള വിദേശ കമ്പനികൾക്കെല്ലാം സിഗ്നൽ നൽകുന്ന രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ആ മുദ്രാവാക്യം ഉയർത്തുമ്പോഴും എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ തയ്യാറാവും എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ നികുതി, എക്സൈസ് നികുതി കുറക്കാമെന്ന് പറയുന്നത് അങ്ങനെയല്ല. നികുതി കുറക്കാൻ എന്താ തടസ്സമുള്ളത്? ഈ മാർച്ച് മാസത്തിൽ വർദ്ധിപ്പിച്ചത്
അത് റോൾ ബാക്ക് ചെയ്യണം എന്നുള്ളത് തികച്ചും പ്രായോഗികമായിട്ടുള്ള മുദ്രാവാക്യം തന്നെയാണ്. എക്സൈസ് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് കുറച്ചില്ലേ? എന്താ കുറക്കാൻ കാരണം? സമ്മർദ്ദം ഉണ്ടായി. എന്താ സമ്മർദ്ദം? ഇന്ത്യയിൽ നിന്ന് 60,000 കോടി രൂപ വിദേശ നാണയം പുറത്തേക്ക് പോയി മാർച്ച് മാസം ആദ്യം. അത് തിരുത്തി അതിൻ്റെ ഗതി മാറി തുടങ്ങിയത് ഈ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് വന്നപ്പോഴാണ്. അപ്പോൾ ഈ വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിന് വളരെ ശക്തമായി എതിരായിട്ട് അണിനിരക്കുക. ഇതുമായിട്ട് മുന്നോട്ട് പോണത് തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ദോഷം ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചോ അതുപോലെ തന്നെ എക്സൈസ് നികുതി കുറക്കുക എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, കേരളത്തിൽ മാത്രം കോൺഗ്രസ് അല്ല, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസും ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും BMS കൂടെ ചേർന്നില്ലെങ്കിലും BMSന് ട്രാൻസ്പോർട്ട് യൂണിയൻ ഉള്ളപ്പോൾ അവർക്ക് എണ്ണ വില എത്രയും കൂടിക്കോടെന്ന് പറയാൻ പറ്റുമോ? ശക്തമായിട്ടുള്ള ഒരു ദേശീയ നിര ഇതിലുണ്ടാവണം. ഇത് തിരുത്തിക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം ഇന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് വളർത്തിയെടുക്കേണ്ടി ഇരിക്കുന്നു. വാർത്താ സംവാദം തുടരുകയാണ്. നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നു. ഇന്ധന നികുതി, അതിലെ എക്സൈസ് തീരുവ കുറച്ചേ പറ്റൂ കേന്ദ്ര സർക്കാർ എന്നൊരു ആവശ്യത്തിന് മുമ്പിൽ ഈ ചർച്ച എത്തി നിൽക്കുകയാണ്. എക്സൈസ് തീരുവ അടക്കമുള്ള ഇന്ധന നികുതി, അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ധന നികുതി ഉള്ള ഒരു രാജ്യമാണ്. 69% ഒരു വസ്തുവിൻ്റെ വിലയുടെ 69% നികുതിയായ രാജ്യം. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതിയുള്ള രാജ്യം എന്നാണ് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ അത് അറിയുന്നവർ പറഞ്ഞത്. നേരത്തെ ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കുറവ് കോർപ്പറേറ്റ് നികുതിയും ഉള്ള ഒരു രാജ്യം. നികുതി ഭരിക്കാൻ ആവശ്യമാണ്, നികുതി പിരിച്ചാണ് ഭരിക്കുക. അതൊക്കെ അർത്ഥശാസ്ത്രത്തിലൊക്കെ പറയുന്നത് പൂവിൽ നിന്ന് തേൻ ഉറ്റുന്നത് പോലെ ഭരണാധികാരി നികുതി എടുക്കണമെന്നാണ്. പൂവിന് കൂടി വേണ്ടിയാണ് ആ തേനൂറ്റൽ എന്ന രീതിയിൽ നികുതി പിരിക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ പോയി. അതൊക്കെ ചില സങ്കല്പങ്ങൾ, കാവ്യസങ്കല്പങ്ങൾ മാത്രമായി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നികുതി ഘടന മുഴുവൻ ജനങ്ങളെയും പിഴിയുന്ന ഏറ്റവും വലിയ ഇന്ധന നികുതി ഒരു വശത്ത് നിൽക്കുന്നു. കോർപ്പറേറ്റുകളെ സേവിക്കുന്ന ഏറ്റവും കുറവ് കോർപ്പറേറ്റ് നികുതി ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഇവിടെയാണ് നികുതിയുടെ കറക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഈ രാജ്യത്ത് നികുതിയുടെ ഈ നികുതി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള നികുതിയുടെയും അതിന് ആധാരമായ, അതിനെ നിയന്ത്രിക്കുന്ന നയത്തിൻ്റെയും കാര്യത്തിലുള്ള ഒരു പുനരാലോചന അതെങ്ങനെ നടക്കണം ജോർജ് ജോസഫ്? അല്ല, NPC ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മദ്യത്തിന് വലിയ നികുതിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 135% നികുതി ഈടാക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ സിൻ ടാക്സ് പോലെയുള്ള ഒരു ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം സാമൂഹ്യ ഉപദ്രവം എന്നുള്ള രീതിയിൽ നിന്ന് കുറയ്ക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനത്തെയാണ്, ഏറ്റവും അത്യാവശ്യമായും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന, എല്ലാവർക്കും വേണ്ടുന്ന, കൊച്ചു കുട്ടികൾക്ക് വരെ വേണ്ടി വരുന്ന ഒരു സാധനത്തെയാണ് ഗവൺമെൻറ് ടാക്സ് ചെയ്ത് പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് ഇവർ വർദ്ധിപ്പിക്കുന്നതും അത് കുറയ്ക്കാതിരിക്കുന്നതിൻ്റെയും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് അങ്ങനെ കളക്ട് ചെയ്യേണ്ട ഒരു ടാക്സ് അല്ല. അതായത് ഏതെങ്കിലും കടകളിൽ നിന്ന് അവരുടെ ഇത് ഫയൽ ചെയ്തു അങ്ങനെയൊന്നും പോയി ഉദ്യോഗസ്ഥന്മാർ പിടിച്ച് അവരവിടെ തട്ടിപ്പ് നടത്തേണ്ട ഇതൊന്നും കണ്ടെത്തി അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റിഫൈനറിയിൽ നിന്നും 1 ലിറ്റർ പെട്രോളോ ഡീസലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ടാക്സ് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും പെട്ടിയിൽ വീണിരിക്കും. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങളെ നിന്ന് പിരിക്കാൻ കഴിയുന്ന ഒരു ടാക്സാണ് ഈ പെട്രോൾ ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത്. അതൊരു വലിയ കൺവീനിയൻസ് ആയിട്ട് ഗവൺമെൻറ് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മളിവിടെ ചർച്ചയിൽ ശ്രീ സുരേഷ് ബാബു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ നമ്മൾ ഇത് ടാക്സ് പിൻവലിക്കുകയും അതുപോലെ തന്നെ ഇതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് മെക്കാനിസം വേണമെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള തലത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? കോൺഗ്രസ് പെട്രോൾ ഡീസൽ വില വർധനവിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയതായിട്ട് എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടായിരിക്കാം, NPC എന്നേക്കാൾ കൂടുതൽ അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ തിരുത്തണം. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടില്ല.
മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് തന്നെ തുറന്നു പറയാം. കാരണം 2010 ഞങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇത്ര രൂക്ഷമായിരിക്കുമെന്നോ ഈ തരത്തിലത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ സതുദ്ദേശത്തോടു കൂടി അന്ന് ആളുകൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറയുമ്പോൾ വില കുറച്ച് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ്. ഞങ്ങൾ സതുദ്ദേശത്തോട് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങൾ ഡീസലിനെ സ്പെയർ ചെയ്തിരുന്നു, പാവങ്ങളുടെ ഇന്ധനത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരുന്നു. അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി തിരിച്ച് നമുക്ക് ഈ പഴയ സിസ്റ്റത്തിലേക്ക് പോകണം എന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സിന് ഒരാവശ്യം സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നത് പോലെ ദേശീയ തലത്തിൽ ഉന്നയിക്കാം. പക്ഷേ ദേശീയ തലത്തിലോ കേരളത്തിലോ എവിടെയും ഈ കൊള്ളയടിക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കുന്നത് കാര്യമായി കാണുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. എന്നു മാത്രമല്ല, അതിനകത്ത് വേറെ വിചിത്രമായ ചില പ്രതികരണങ്ങൾ അവിടെ ഇവിടെ വ്യാപകമായിട്ടില്ലെങ്കിലും വിചിത്രമായ ചില പ്രതികരണങ്ങൾ. അത് ഡോക്ടർ ഐസക്കിന് എന്തുകൊണ്ട് കുറച്ചുകൂടാ? ഐസക്കിന് ഈ പൈസ എന്തിനെ കൊണ്ടുപോകുന്നത്? ഈ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കുറച്ച് കൊടുത്തൂടെ എന്ന് പറയുന്ന ന്യായവാദങ്ങൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവസ്ഥ, സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട. ഇവിടെ ധനമന്ത്രി തന്നെ, ബഹുമാന്യ ധനമന്ത്രി തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. NPCക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഘട്ടത്തിലും ആവശ്യപ്പെടുന്നത് സംസ്ഥാനം കുറച്ച് കൊടുക്കാനാണ്. അപ്പോഴും 10 തവണ അവർ കൂട്ടിയതിനെക്കുറിച്ചോ മാർച്ച് മാസത്തിൽ നടത്തിയ വലിയ കൊള്ളയെക്കുറിച്ചോ ഒന്നും 2-3 ലക്ഷം കോടി രൂപ ഇനത്തിൽ ഒരു വർഷം ജനങ്ങളുടെ നിന്ന് കൊള്ളയടിച്ചെടുക്കുന്നതിനെക്കുറിച്ചോ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, വ്യക്തി എന്നുള്ള നിലയിൽ ബഹുമാന്യ സുരേഷ് ബാബു പറഞ്ഞത് വളരെ നമ്മൾ അനുകൂലിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള നമുക്ക് അതിനോട് അനുഭവം പുലർത്തി വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ ഒരു കാതലായ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെതിരെ ഒരു സമരം നയിക്കുന്നതിനോ അതിനെതിരെ പ്രതികരിക്കുന്നതിനോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ UDFും കോൺഗ്രസും പ്രതികരിച്ച് കാണുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു സിറ്റുവേഷനാണ്. കോൺഗ്രസ്സുകാരും UDFിലെ ആളുകളും എല്ലാവരും തന്നെ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരാണ്. അവർക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് BJPക്കാർക്കൊന്നും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ വലിയൊരു പ്രക്ഷോഭം ഇതിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. ഒരു കാര്യം NPC നേരത്തെ കാർഡ് കാണിച്ചൊരു കാര്യമുണ്ട്. നേപ്പാളിലെ വില അത് നമ്മൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ 71 രൂപയായിരിക്കുമ്പോൾ ഇന്ത്യയാണ്, അവിടേക്ക് ഒരു റിഫൈനറി ഇല്ല, ഒരു റിഫൈൻ ചെയ്യുന്നില്ല. കാരണം അവിടെ കൊണ്ടുവന്ന് ക്രൂഡ് ഇറക്കാൻ പറ്റുന്ന തുറമുഖമോ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റിഫൈൻ ചെയ്യാനുള്ള ഇതില്ല അവർക്ക്. അവിടേക്ക് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന എണ്ണ അവർ ഇന്ത്യയേക്കാൾ കുറച്ച് വിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രമാത്രമാണ് ഇവിടുത്തെ ജനങ്ങളെ പിഴിയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ വളരെ ചെറിയൊരു സംഭവമല്ല, വളരെ ശക്തമായി ജനങ്ങൾ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് അതിൻ്റെ ആ നിത്യ ജീവിതത്തിൻ്റെ ഒരു കെട്ടുപാടിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കോവിഡിൻ്റെ ആശങ്കയിൽപ്പെട്ടോ ദുരിതത്തിൽപ്പെട്ടിട്ടോ ഒക്കെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം. എന്തായാലും ഇത് ഭീകരമായ രീതിയിൽ ഇന്ത്യ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ നടത്തിയ ഭീകരമായ കൊള്ളയടി, ആ മൊത്തം ഈ വർഷങ്ങളിലെല്ലാം കൂടി കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ ലക്ഷം കോടി രൂപയാണ് ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. എത്രയോ ലക്ഷം കോടി രൂപ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഏറ്റവും അനുകൂലമായൊരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ 3 സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, രാജ്യാന്തര മാർക്കറ്റിൽ വില വളരെ താഴെ പോയിരിക്കുന്നു, 2004 നിലവാരത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ശേഖരം ഉയർന്നിരിക്കുന്നു, നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വളരെ അനുകൂലമായൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഈ അനുകൂലമായ സാഹചര്യത്തിൽ പോലും ഒന്ന് തീരുവ കുറച്ചുകൊണ്ട് ഒരു മാർച്ചിലെ കാര്യമെങ്കിലും ഒന്ന് റോൾ ബാക്ക് ഒരു 10 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും സ്ഥിതി എന്ന് NPC ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതിന് പകരം ഓരോ ദിവസവും കൂട്ടി ജനങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥയെ, അതായത് സമരം ചെയ്യാനോ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ജനങ്ങളിന്ന്. ആ നിസ്സഹായ അവസ്ഥയെ ഇത്തരത്തിൽ വളരെ കൊടും ക്രൂരമായ വിധത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്. NPC ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം BJPക്കാരെ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് വരാൻ പറ്റില്ല, അവർക്കൊരു പോയിൻ്റ് റൈസ് ചെയ്യാനില്ല, അവർക്ക് ഇത് ആർഗ്യൂ ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വരാത്തത്. വേറെ ഏതെങ്കിലും ഒരു ചർച്ചയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ അവർ വന്നിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭീകരമായ കൊള്ളയടിക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കണം.
കോൺഗ്രസ് ഇന്നും ഇന്ത്യയിലെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമാണ്. അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതികരണം കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായി ഉയർന്നു വരാതിരിക്കുന്നത് ഇവർക്ക് വളരെ വലിയ എളുപ്പവഴി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് CPM പോലുള്ള കക്ഷികളോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് ഒരു വലിയൊരു ഇതിലേക്ക് ദേശീയ തലത്തിലേക്ക് അത് ഉയർന്നു വരുന്നില്ല. ദേശീയ തലത്തിൽ ഒരു വലിയ പ്രക്ഷോഭമായി ഉയർന്നു വന്നുകൊണ്ട് പഴയ സിസ്റ്റത്തിലേക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു ശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലുള്ളൊരു പ്രതിഷേധത്തിലേക്കും പ്രതികരണത്തിലേക്കും വന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾക്ക് ഒരു മൂർത്തമായൊരു ഒരു രൂപം ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജോർജ് ജോസഫ് ചെയ്തിരിക്കുന്നത് ശ്രീ PM സുരേഷ് ബാബുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാനൊന്നും അങ്ങനെ കഴിയില്ല. എങ്കിൽ പോലും ഞാനത് അവതാരകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇതിൽ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചോദിച്ചതിൽ ചില കാര്യങ്ങളുണ്ട്. ഒരു വലിയ ഭൗതിക ആവശ്യത്തിൻ്റെ മുന്നിൽ ഇന്ത്യ നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ചരിത്രവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കോൺഗ്രസ് വിട്ടുകളഞ്ഞ നയങ്ങളും അത് ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതല്ലേ? അതിലേക്ക് താങ്കളുടെ അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കാൻ ദേശീയ നേതൃത്വത്തോട് അങ്ങനെയൊന്നും ആവശ്യപ്പെടാനായിരിക്കില്ല. അതിനോട് താങ്കളുടെ നിരീക്ഷണങ്ങൾ ചേർത്ത് വെക്കാൻ ശ്രീ സുരേഷ് ബാബുവിന് ആകും. അത് തീരുമാനിക്കേണ്ടത് ഒരുപക്ഷെ ഇത് കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ കോൺഗ്രസ്സുകാരുടെ മനസ്സുകളിലാണ്. അതേക്കുറിച്ചുള്ള നിശ്ചയങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സുരേഷ് ബാബുവിന് പറയാവുന്ന കാര്യങ്ങൾ. ശ്രീ സുരേഷ് ബാബു. ഇതിനകത്ത് ഒന്ന് രണ്ട് ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് ഈ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന കാര്യം ശരിയല്ല. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി തന്നെ നേരിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ റോൾ ബാക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ ജോർജ് ജോസഫിയുടെ പ്രകടിപ്പിച്ച ഒരു ഉത്കണ്ഠയുണ്ടല്ലോ, ആ ഉത്കണ്ഠക്കൊത്ത ഒരു സമീപനം രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം. അവർ വെറുതെ ഒരു കത്തയക്കുകയോ അല്ലെങ്കിൽ കൂടിയിരുന്നൊരു ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്ത് അതിനെ ഒരു സ്ലോ പ്രോസസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ആണ് എൻ്റെ ഒരു നിഗമനം അക്കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യപ്പെടലിനോ അല്ലെങ്കിൽ ഒരു സമരസപ്പെടലിനോ ഉള്ളൊരു സമരം തുടർച്ചയായി 15-14 ദിവസങ്ങൾ വില വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ വില ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ വർദ്ധിക്കുന്നതിനോട് നോക്കി ചിരിക്കുന്ന ഒരു ഭരണകൂടം, അതിനോട് ഒരു സന്തോഷത്തോടു കൂടി നോക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ പ്രതികരിക്കേണ്ടുന്ന ഗ്രാവിറ്റിയോടുകൂടിയുള്ള പ്രതികരണം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ഉണ്ടാവേണ്ടതാണ് എന്ന വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് ഡൽഹിയിലേക്ക് കത്തയപ്പിക്കാനും ഡൽഹിയുമായി ബന്ധപ്പെടാനും ഉള്ള നിർബന്ധ ബുദ്ധി കാണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടും. എന്നാൽ കൊണ്ട് കഴിയുന്ന നേരിട്ടുള്ള ബന്ധത്തിന് എത്രത്തോളം പറ്റുമോ എന്നുള്ളത് നോക്കും. അതൊന്നും മതിയാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണ ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ടൊന്നും സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റോ വർദ്ധിപ്പിക്കാനോ കുറക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ അത് വേണ്ടതാണ്, അത് അത്യാവശ്യമാണ്, ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഞാൻ ഒരുപക്ഷെ പറഞ്ഞാൽ കോവിഡിനേക്കാൾ ഒരു ദുരിതമാണ് ഇതുവഴി ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം തയ്യാറാകണം. ഭരിക്കുന്ന BJP കക്ഷിയുടെ അണികളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു മനംമാറ്റം ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷേ ദേശീയ തലത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രതിപക്ഷ മനോഭാവം അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാം ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം
ദേശീയ നേതൃത്വത്തോട് അവരുടെ കണ്ണ് തുറക്കുന്ന തരത്തിലൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും പൊതുവായി അദ്ദേഹം അത് വെച്ചിരിക്കുന്നു എന്നും മാത്രമല്ല, ഇന്നിവിടെ ഇല്ലാത്ത BJP നേതാക്കൾക്ക് കൂടി വേണ്ടി അദ്ദേഹം സംസാരിക്കുകയാണ്. BJPയുടെ അണികളടക്കം ശ്രദ്ധിക്കേണ്ട അവരുടെ കൂടി ഒരു പ്രശ്നമാണ്. നിങ്ങൾക്കും നിങ്ങൾ തൻ ധരണിക്കും വേണ്ടിയാണ് ഈ സമരം എന്ന് പണ്ട് പി ഭാസ്കരൻ പാടിയതുപോലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഐസക്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ജോർജ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ചോദ്യമായല്ല, ഐസക്കും ചിലത് ചെയ്യേണ്ടതുണ്ട് നികുതിയുടെ കാര്യത്തിൽ എന്ന്. ഒരു പക്ഷേ ഇത് BJPക്കാർ ഇവിടെ വന്ന് ഇരുന്ന് പറയേണ്ടതായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ നികുതി, ഏത് നികുതിയെയാണോ ഇവിടെ ഏറ്റവും അധികം എതിർത്തത് ആ നികുതി മെയ് 6-ന് നികുതി കേന്ദ്രം എക്സൈസ് തീരുവ കൂട്ടുന്നു. അതിനു മുമ്പ് മാർച്ച് 14-ന് കൂട്ടുന്നു. മാർച്ച് 14-ന് ഡീസലിനും പെട്രോളിനും 3 രൂപ വീതം കൂട്ടുന്നു. മെയ് 6-ന് 10 രൂപ പെട്രോളിനും 13 രൂപ ഡീസലിനും കൂട്ടുന്നു. മൊത്തം 32 രൂപ 98 പൈസയിലേക്ക് പെട്രോളിൻ്റെ എക്സൈസ് തീരുവയും അതിൻ്റെ അഡീഷണൽ സ്പെഷ്യൽ തീരുവയും സെസ്സും എല്ലാം ചേർന്ന് എത്തുന്നു. ഡീസലിൻ്റേത് 31 രൂപ 83 പൈസയിലേക്ക് എത്തുന്നു. സൂക്ഷ്മമായി ഇത് കാര്യങ്ങൾ നോക്കുന്നവർക്കറിയാം, ഇതെല്ലാം അടിസ്ഥാന എക്സൈസ് തീരുവയിൽ നിന്ന് ഉള്ളതിൻ്റെ ഒരു വിഹിതം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യപ്പെടുക. കേരളത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്നത്, ഈ തുകയിൽ നിന്ന് കിട്ടുന്നത് 0.03 പൈസയാണ് ഡീസലിൻ്റെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ പെട്രോളിൽ നിന്ന് കിട്ടുന്നത്, ഡീസലിൽ നിന്ന് കിട്ടുന്നത് 0.05 പൈസയാണ്. 5 പൈസയാണ്, അര പൈസ അല്ലെങ്കിൽ അരക്കാൽ പൈസയൊക്കെയാണ് കിട്ടുന്നത്. ഇത്തരത്തിൽ ഉള്ളപ്പോൾ തന്നെ വളരെ വ്യാപകമായ, അതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, നികുതി പിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിഹിതം പറ്റിയിട്ടല്ലേ ഐസക്കും ഭരിക്കുന്നത്, ഐസക്കിന് ആ വിഹിതം വേണ്ട എന്ന് വെച്ചുകൂടെ എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട്. അത് പറയേണ്ട ആളുകളിൽ ഇവിടെ ഇല്ലെങ്കിൽ പോലും ആ ചോദ്യം ഞാൻ താങ്കളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എക്സൈസ് തീരുവ കൂട്ടിയത് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു എന്നൊരു കള്ളക്കഥ, ഒരു കള്ള രാഷ്ട്രീയ പ്രചാരണം ഈ നാട്ടിൽ ഉണ്ട്. ഐസക്, അതിന് മറുപടി. ഈ എണ്ണവില വർധനവിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് അർഹിക്കുന്ന രീതിയിലുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചിട്ടില്ല. അത് തന്നെയാണ് BJPയുടെ തൻ്റെയിടവും. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനെതിർക്കാനായിട്ട് ഈ രാജ്യത്ത് ആളില്ല എന്നുള്ളതാണ്. അതിൽ CPMൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് പ്രസ്താവന ഇറക്കം മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് 5500ഓളം കേന്ദ്രങ്ങളിൽ പോസ്റ്റ് ഓഫീസുകളും കേന്ദ്ര ഓഫീസുകളുടെ മുന്നിൽ ഈ കോവിഡ് കാലത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏരിയ കേന്ദ്രങ്ങളിലാണെങ്കിൽ ഒരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ 4 or 5 പേരോ അല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ അണിനിരത്തണം ബ്യൂറോയുടെ പ്രസ്താവനയുണ്ട്. ഈ ദേശവ്യാപകമായിട്ട് ഈ പ്രതിഷേധം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളെപ്പോലൊരു പാർട്ടിയല്ല, കോൺഗ്രസും ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും കൂടി യോജിക്കുകയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന്. ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴേക്കും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്, ഇത് താങ്കൾക്ക് വലിയ രാഷ്ട്രീയ വില നൽകേണ്ടി വരും എന്ന് തിരുത്തലുണ്ടാകും. തിരുത്താം. അത് സോണിയാഗാന്ധി റോൾ ബാക്ക് എന്ന് പറഞ്ഞത് എക്സൈസ് ഡ്യൂട്ടി കുറക്കുന്നതിനെ കുറിച്ചാണ്. മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് തിരുത്തണമെന്നുള്ളതല്ല. ഇനിയിപ്പോൾ അവർക്കങ്ങനെ ചിന്തിച്ചാലും എനിക്ക് തോന്നുന്നില്ല ചിദംബരം സമ്മതിക്കുമെന്ന്, എന്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ സമ്മതിക്കുമെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ കഴിഞ്ഞ AICC പ്രമേയം, വളരെ പ്രസിദ്ധമായിട്ടുള്ള സാമ്പത്തിക പ്രമേയം, അത് ഇലക്ഷന് മുമ്പ് നടത്തിയതാണ്. അതിലിതിനെക്കുറിച്ച് പരാമർശമില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് ചിലർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നയപരമായ നിലപാടിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം കോൺഗ്രസും BJPയും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആരെങ്കിലും ആ നിലപാടെടുക്കുമോ, അതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ നികുതി കുറക്കണം എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യം സംസ്ഥാനത്തിൻ്റെ നികുതി കുറക്കേണ്ടതെന്നുള്ളതാണ്.
സംസ്ഥാന നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. അതാ ലളിതമായ ഉത്തരം. സംസ്ഥാന നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇതുപോലെ എണ്ണവില കൂടിയപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 1 രൂപ സംസ്ഥാനത്തിന് നികുതി കുറച്ചു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ നികുതി കുറച്ചു. അതൊരിക്കലും ഈ അന്തർദേശീയ മാർക്കറ്റിൽ എണ്ണവില കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച നികുതി തിരിച്ച് സ്ഥാപിക്കുന്നു എന്ന് കേരളം പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് പകുതി സംസ്ഥാനങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ, എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന വാറ്റും വർദ്ധിപ്പിച്ചു. കേരളം വർദ്ധിപ്പിച്ചില്ല. കാരണം ഈ നികുതി വർധനവിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭം, ഒരു നിലപാട് രാഷ്ട്രീയത്തിലെടുക്കുമ്പോൾ എങ്ങനെയാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ നികുതി വർദ്ധിപ്പിക്കുക? ഇപ്പോൾ കേരളം അതിന് തുനിഞ്ഞില്ല. ഇനിയിപ്പോൾ കേന്ദ്രം പിരിക്കണ നികുതിയിൽ അത് എക്സൈസ് നികുതി ആയിരുന്നെങ്കിൽ ശരി, 42% സംസ്ഥാനത്തിന് കിട്ടിയാൽ. പക്ഷേ എക്സൈസ് നികുതി അല്ല പിരിക്കുക, റോഡ് സെസ്, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെയുള്ള പേരിലാണ് ഈ നികുതി പിരിക്കുക. അതുകൊണ്ട് അത് ഡിവിസിബിൾ പൂളിലേക്ക് വരത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നേരിട്ട് സംസ്ഥാനത്തിന് ഈ പറഞ്ഞ പോലെ 0.1% ഒക്കെ പൈസയെ വരത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നത് എണ്ണ വില ഇങ്ങനെ കൂടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വാറ്റ് നികുതി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്, വാറ്റ് വാലോറമാണ്, അതുകൊണ്ട് അധികം നികുതി കിട്ടത്തില്ലേ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അത് എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ വില അങ്ങ് താത്തിക്കുമെന്ന്, വില താന്നു എന്ന് പറഞ്ഞിട്ട് കേരളം നേരത്തെ പിരിച്ച അധിക നികുതി, കുറച്ച നികുതി ഉണ്ടല്ലോ 1 രൂപ, അത് വർദ്ധിപ്പിക്കാൻ പോണില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ നേരെ എന്തിനെ കൈ ഇങ്ങനെ പുറകിൽ കൂടി കൊണ്ടുവന്ന് മുക്കം കൂട്ടിക്കുന്നത്? നേരെ അങ്ങ് പിടിച്ചാൽ പോരെ. അവർ വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കുക, വില കുറയട്ടെ, ജനങ്ങൾക്ക് ആശ്വാസം കിട്ടട്ടെ. കേരള സംസ്ഥാനം ഏതായാലും ഇനി വില കുറഞ്ഞാലും അന്ന് വില കുറഞ്ഞല്ലോ, എന്നാൽ ഞങ്ങളുടെ വാറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വർദ്ധിപ്പിക്കത്തില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്, കേരളം അതിന് തുനിഞ്ഞിട്ടില്ല. അത് ഈ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചോദിച്ചേക്കാം, എന്ന സംസ്ഥാനം ഏകപക്ഷീയമായിട്ട് കേന്ദ്രത്തെ ഒന്ന് ചമ്മിക്കാനായിട്ട് ആ നികുതി അങ്ങ് വെട്ടിക്കുറക്കും സംസ്ഥാനത്തിൻ്റേത്. അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിൽ അതിൻ്റെ വലിയൊരു താരതമ്യം ജനങ്ങളുടെ മുമ്പിൽ, ഒരു പ്രകടമായ അന്തരം ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല എന്നുള്ളത് അതൊക്കെ സ്വല്പം ബാലിശമായിട്ടുള്ള വർത്തമാനങ്ങളാണ്. കാരണം സർക്കാരിൻ്റെ ഭരണം നടത്തണ്ടേ? എന്താ നികുതി ഇപ്പോൾ ഉള്ളത്? കഴിഞ്ഞ 2 മാസം സാധാരണ കിട്ടേണ്ട നികുതിയുടെ ഒരു പകുതി പോലും ലഭിച്ചിട്ടില്ല. കേന്ദ്ര നികുതി, നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡെല്ലാം കൂട്ടിയിട്ടാണ് ഈ പകുതി എന്ന് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നികുതി മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ കിട്ടുന്നതിൻ്റെ 4/1 നികുതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത്രമാത്രം നികുതി തകർന്നിരിക്കുമ്പോൾ സാധാരണ ദൈനംദിന സർക്കാരിൻ്റെ ചെലവിന് പോലും വരുമാനമില്ലാത്തപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാട് ഏത് ധനമന്ത്രിക്ക് സ്വീകരിക്കാൻ പറ്റും? രാഷ്ട്രീയ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നികുതി വേണ്ട എന്ന് വെക്കാം. അപ്പോൾ അതല്ല, വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരള സർക്കാർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വില കൂട്ടണ്ട, നിങ്ങൾ വില കുറയ്ക്കൂ, വില കുറച്ചാലും വില കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കേരള സംസ്ഥാനം ഏതായാലും നികുതി വർദ്ധിപ്പിക്കില്ല. ഈ ചർച്ചയിൽ വീണ്ടും വീണ്ടും ഉയരുന്നത് അതാണ്. മൗനം അല്ല ആവശ്യം, ഒളിച്ചോട്ടമല്ല ആവശ്യം, വ്യാജ പ്രചാരണങ്ങളല്ല ആവശ്യം, വില താഴ്ത്തു, നികുതി കുറയ്ക്കൂ. അത് തന്നെയാണ് ഈ ചർച്ച ആവശ്യപ്പെടുന്നത്. വാർത്താ സംവാദം തുടരുകയാണ്. മഹാമാരിക്കാലം തിരിച്ചറിവിൻ്റെ കാലം കൂടിയാണ് എന്ന് ഈ ചർച്ച പ്രഖ്യാപിക്കുന്നു. വാർത്തകൾക്കിടയിൽ മണ്ണടിയപ്പെട്ടു പോകുന്ന, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വലിയ വാർത്തയെ ഇന്ന് നമ്മൾ വീണ്ടെടുത്തിരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള ചർച്ച വെളിവാക്കുന്നത് അലസരായിരുന്നാൽ നമ്മൾ കൂടുതൽ അടിമകളാകും എന്നാണ്. ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചർച്ചയുടെ അവസാന വാക്യമായിട്ട്, അന്തിമ വാക്യമായിട്ട് ഓരോ സെൻറ്റൻസ് വീതം എല്ലാവർക്കും പറയാനുള്ള അവസരമുണ്ട്. ജോർജ് ജോസഫ്, ഈ ചർച്ച താങ്കൾ എങ്ങനെ ഉപസംഹരിക്കും? ഈ ചർച്ചകൾ കേട്ടിരിക്കുന്ന പ്രേക്ഷകരോട് താങ്കൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്ക്
ഈ എണ്ണവില വർധന, അഭൂതപൂർവമായ എണ്ണവില വർധന മുൻനിർത്തി താങ്കൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആഹ്വാനം എന്താണ്? ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നാടകങ്ങൾ മുഴുവൻ ആടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു തരത്തിലും വില കൂടാനുള്ള ഒരു ക്രമാതീതമായ രീതിയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും വിപണി നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു വില വർദ്ധിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. കാരണം ലോകത്തിൽ ക്രൂഡിൻ്റെ ഡിമാൻഡ് 33% കണ്ട് ഇടിഞ്ഞു പോയിരിക്കുന്ന, അതായത് 1/3 ഡിമാൻഡ് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തേത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ OPEC രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടും ഇത് കുതിവ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. അമേരിക്ക അവരുടെ മറ്റു രീതിയിലുള്ള എണ്ണ ശേഖരവും മറ്റും ഏതെങ്കിലും തരത്തിൽ വില കുറയുമ്പോൾ ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് അത് കൊണ്ടുവന്ന് വിലയിടിക്കുക, അത് റഷ്യക്കെതിരായിട്ടുള്ളൊരു പണി എന്നുള്ള രീതിയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ തങ്ങളുടെ വരുതിക്ക് നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യവും ഇട്ടുകൊണ്ടാണ് ആ നടപടിയിലേക്ക് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോഴും ഒരു തരത്തിലും വില ഉയരുന്നതിനുള്ള ഒരു സാഹചര്യമില്ല. ജോർജ് ജോസഫ്, സമയമില്ല, പിന്നീടാവാം. ജോർജ് ജോസഫ്, എന്തായാലും ലോകത്ത് വില കൂട്ടുന്നില്ല, ഇവിടെയും വില കൂട്ടേണ്ട സാഹചര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. സുരേഷ് ബാബു, താങ്കളുടെ വിരാമ വാക്യങ്ങൾ ഈ ചർച്ചയിൽ നിന്ന്. ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി എബ്രിഡ്ജ് ചെയ്ത് പറയുകയാണെങ്കിൽ, രാജ്യത്തെ ജനങ്ങൾക്ക് മിതമായ വിലയ്ക്ക് ഡീസൽ, പെട്രോൾ വസ്തു ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് പറ്റുന്ന ഭേദഗതികൾ, നിയമങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ ഇന്ന് ധരിക്കുന്ന ഭരണകൂടത്തിന് താല്പര്യമുണ്ടാവുകയില്ല. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവരത് നിറവേറ്റണം. വളരെ നന്ദി. ജനകീയ സമ്മർദ്ദം ഉയരണം, ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്. PM സുരേഷ് ബാബു. ഡോക്ടർ ഐസക്, താങ്കളുടെ അന്തിമ വാക്യങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് വിരമിച്ചുകൊണ്ട്. ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ട്. കേന്ദ്ര നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വില കുറഞ്ഞപ്പോഴും ഇവിടെ പെട്രോൾ വില കുറഞ്ഞില്ല. എന്നാൽ ഇപ്പോഴ് കമ്പനികൾ വില വർദ്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തടയുന്നില്ല? തടയാത്തതിന് കാരണം മനസ്സിലാക്കണമെങ്കിൽ, ഈ എണ്ണ മേഖലയുടെ സ്വകാര്യവൽക്കരണം അത് സർക്കാരിൻ്റെ അജണ്ടയാണ്. ഈ BPSL വിൽക്കാൻ നിൽക്കുമ്പോൾ അത് ആ സ്വകാര്യവൽക്കരണം വിജയപ്രദമാവണമെങ്കിൽ ഇങ്ങനെ സർവ്വസ്വതന്ത്രമായിട്ട് എണ്ണ വില വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിൽ സൗകര്യമുണ്ടായിരിക്കും, ഞങ്ങളതിന് പിന്തുണ നൽകും എന്നുള്ളൊരു സന്ദേശം മാർക്കറ്റിന് നൽകേണ്ടതുണ്ട്. അതാണ് ഇന്നിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഐസക്, എന്തായാലും മഹാമാരിക്കാലം മഹത്തായ ജാഗ്രതയുടെ കാലം കൂടിയാകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാധ്യതകളുടെ കലയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് പുതിയ സാമൂഹ്യ സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇതിനെ സമ്പന്നമായ ചർച്ചയാക്കി മാറ്റിയ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്, കോൺഗ്രസ് നേതാവ് ശ്രീ സുരേഷ് ബാബുവിന്, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫിന് നന്ദി, നമസ്കാരം.